ഡിലേഡ് ജസ്റ്റിസ് ഇസ് ഡിനൈഡ് ജസ്റ്റിസ്, അഥവാ വൈകി ലഭിക്കുന്ന നീതി നിഷേധമാണ് എന്നാണ്. ഇതനുസരിച്ച് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിനെതിരിൽ ഒരു ക്രൈം ആരോപിക്കുകയും അങ്ങനെ കേസ് എടുക്കുകയും ചെയ്താൽ കൃത്യമായ സമയത്തിനുള്ളിൽ അതിൻ്റെ ട്രയൽ പ്രൊസീജിയേഴ്സ് പൂർത്തിയാക്കണം എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം അത് അദ്ദേഹത്തിൻ്റെ ഒരു അവകാശ ലംഘനമാണെന്നുള്ളത്. ഹുസൈനാര ഖാത്തുൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്ന കേസിലാണ് ആർട്ടിക്കിൾ 21 പറഞ്ഞിട്ടുള്ള റൈറ്റ് ടു ലൈഫിന് കീഴിൽ ഈ സ്പീഡി ട്രയൽ എന്ന് പറയുന്നത് വരുമെന്ന് സുപ്രീം കോടതി ആദ്യമായി പറയുന്നത്. ഈ ആർട്ടിക്കിൾ 21 വളരെ വിശാലമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നത് 1978 മനേക ഗാന്ധി കേസിലാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 21 പറയുന്നത് നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അണ്ടർ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നുള്ളതാണ്. ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നുള്ളതിനൊക്കെ മനേക ഗാന്ധി കേസിൽ കോടതി പറഞ്ഞ ആ പ്രൊസീജിയേഴ്സ് നീതിയുക്തമായി ഇരിക്കണം എന്നുള്ളതാണ്. അതുപ്രകാരം ഓരോ കേസും അതിൻ്റെ പ്രൊസീജിയേഴ്സ് കൃത്യമായി പൂർത്തിയാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫിനെ ബാധിക്കുന്നു. ഇപ്രകാരം കൃത്യമായ ഒരു സമയത്തിനുള്ളിൽ ഈ കേസിൻ്റെ പ്രൊസീജിയേഴ്സ് പൂർത്തിയാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റഡിയിലുള്ള വ്യക്തിക്ക് ബെയിൽ നൽകാൻ കോടതിക്ക് അവകാശമുണ്ട്. സാധാരണയായിട്ട് കേസുകളെ നാം ബെയിലബിൾ ഒഫൻസ് ആയിട്ടും നോൺ ബെയിലബിൾ ഒഫൻസ് ആയിട്ടും പറയാറുണ്ട്. ബെയിലബിൾ ഒഫൻസിൽ ആ വ്യക്തിക്ക് ജാമ്യം എന്ന് പറയുന്നത് അവകാശമാണെങ്കിൽ, നോൺ ബെയിലബിൾ ഒഫൻസിൽ കോടതി ആ കേസിന്റെ മെറിറ്റും അതിന്റെ ഗ്രാവിറ്റി എല്ലാം നോക്കിയിട്ടാണ് വ്യക്തിക്ക് ജാമ്യം നൽകുക. ആ കേസിന്റെ ഗ്രാവിറ്റി നോക്കി ആ വ്യക്തിക്ക് ജാമ്യം നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിലും കൃത്യമായ സമയത്ത് ട്രയൽ പൂർത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ജാമ്യം നൽകാനുള്ള പ്രൊവിഷൻസ് നിലവിലെ നിയമ സംവിധാനത്തിലുണ്ട്.